ആറ്റിങ്ങലിലെ നവീകരിച്ച ഗതാഗത പരിഷ്കരണം കാൽനട വാഹനയാത്ര ബുദ്ധിമുട്ടിലാക്കുന്നു. നാലുവരിപ്പാതയിൽ കച്ചേരി ജംഗ്ഷൻ മുതൽ KSRTC ബസ് സ്റ്റാൻഡ് വരെ നിരവധി സീബ്ര ലൈനുകളാണ് ഉള്ളത്. ഇവയുടെ മധ്യഭാഗത്ത് ഡിവൈഡറിന്റെ ഭിത്തിയുള്ളതിനാൽ അവ ചാടിക്കടന്നു വേണം പോകേണ്ടത്. ദേശീയപാത നാലുവരിയാക്കിയതോടെ ഡിവൈഡറിന് മുകളിൽ കമ്പിവേലി സ്ഥാപിക്കുകയും അതിൽ സ്വകാര്യ സ്ഥാപനങ്ങളിലെ പരസ്യങ്ങളും പതിച്ചു. എന്നാൽ മാസങ്ങൾക്ക് ശേഷം ഈ സീബ്ര ലൈനുകൾക്ക് പുറമെ വിവിധയിടങ്ങളിൽ കമ്പിവേലികൾ മുറിച്ചു മാറ്റിയ നിലയിലാണുള്ളത്. ഇവയ്ക്ക് പുറമെ നിയന്ത്രണം വിട്ട വാഹനങ്ങൾ ഇടിച്ച് തെറിപ്പിച്ച കമ്പിവേലികളും നിരവധിയാണ്. എന്നാൽ ഇവയൊന്നും പുനഃസ്ഥാപിക്കാൻ ദേശീയപാത അതോറിറ്റി അധികൃതർ നടപടിയെടുത്തിട്ടില്ല. അപകട സാധ്യത ഏറെയാണ്. കാൽനട യാത്ര തോന്നിയതുപോലെ ആയപ്പോൾ നാലുവരിപ്പാതയുടെ ആവശ്യകതയും ഇവിടെ ഇല്ലാതായെന്നാണ് വാഹനയാത്രക്കാർ പറയുന്നത്. കാൽനടയാത്രയ്ക്കായി റോഡ് മുറിച്ചു കടക്കാൻ ചിലയിടങ്ങളിൽ കമ്പിവേലി ഒഴിവാക്കിയിട്ടുണ്ട്. ഇങ്ങനെ വേലിയില്ലാത്ത ചില സ്ഥലങ്ങളിൽ ഇരുവശത്തേക്കുമുള്ള പാതകളെ വേർതിരിക്കുന്ന ഇടഭിത്തിക്ക് വേണ്ടത്ര ഉയരവുമില്ല. ഇവിടെ അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയും ഏറെയാണ്. ട്രാഫിക് നിയമം ലംഘിച്ച് കച്ചേരി നടയ്ക്കും മുനിസിപ്പൽ ഗ്രന്ഥശാലയ്ക്കും ഇടയിലുള്ള ഭാഗത്ത് ഇരുചക്ര വാഹനങ്ങൾ അപകടകരമായി ഇരുവശത്തേക്കും കയറുന്ന സ്ഥിതിയുമുണ്ട്. ആലങ്കോട് ഭാഗത്തു നിന്നുള്ള ഇരുചക്ര വാഹനങ്ങളും റിക്ഷകളും ഇതുവഴി റോഡിന്റെ മറുവശത്തേക്ക് ഇറങ്ങും. ഇതിന് സമീപത്താണ് ആലങ്കോട് ഭാഗത്തേക്കുള്ള ബസ് സ്റ്റോപ്പ്. ഇവിടെ ബസ്സുകൾ നിർത്തിയിടുമ്പോൾ മറ്റു വാഹനങ്ങൾ റോഡിന്റെ വലതുവശം ചേർന്നാണ് പോകുന്നത്. അതും അപകടത്തിന് കാരണമാക്കുന്ന സ്ഥിതിയാണ്. ആലങ്കോട് ഭാഗത്ത് നിന്ന് തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള സിഗ്നൽ ലൈറ്റുകളാണ് തകരാറിലായിരിക്കുന്നത്. ഒരേ സമയം ചുവപ്പും പച്ചയും ലൈറ്റുകൾ കത്തിക്കിടക്കുന്ന സ്ഥിതിയാണ്. നേരത്തെ സമാനമായ രീതിയിൽ ആലങ്കോട് ജംഗ്ഷനിൽ ട്രാഫിക് ലൈറ്റ് കത്തിക്കിടക്കുകയും ഒടുവിൽ പൂർണ്ണമായി പ്രവർത്തനരഹിതമാവുകയുമായിരുന്നു. മാസങ്ങൾ കഴിഞ്ഞിട്ടും സിഗ്നൽ ലൈറ്റ് പ്രവർത്തന സജ്ജമാക്കാൻ പോലും അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല.